പത്താം തരക്കാർക്ക് ഇനി പരീക്ഷാകാലം. സംസ്ഥാനത്ത് SSLC പരീക്ഷകൾ ആരംഭിച്ചു. പരീക്ഷ എളുപ്പമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. കേരളം, ലക്ഷദ്വീപ്, ഗൾഫ് എന്നീ മേഖലകളിലായി 4,27,105 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഏപ്രിൽ 3 മുതൽ 20 വരെയാണ് മൂല്യനിർണ്ണയം. ഹയർ സെക്കൻഡറിക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്കും പിന്നാലെ SSLC പരീക്ഷകൾക്കും ഇന്ന് സംസ്ഥാനത്ത് തുടക്കമായി. കേരളം, ലക്ഷദ്വീപ്, ഗൾഫ് എന്നീ മേഖലകളിലെ 2,971 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,27,105 വിദ്യാർത്ഥികളാണ് ഈ വർഷം SSLC പരീക്ഷ എഴുതുന്നത്. കേരളത്തിൽ 2,955, ഗൾഫ് മേഖലയിൽ 7, ലക്ഷദ്വീപിൽ 9 ഉൾപ്പെടെ ആകെ 2,971 പരീക്ഷാ കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത്. തിരുവനന്തപുരത്ത് ഉൾപ്പെടെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഒരാശങ്കയും വേണ്ടെന്ന് അധ്യാപകർ പറഞ്ഞു. ഇവർക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും സ്കൂളുകൾ ഒരുക്കിയിട്ടുണ്ടെന്നും അധ്യാപകർ വ്യക്തമാക്കി. എല്ലാവരും മികച്ച തയ്യാറെടുപ്പുകൾ, എല്ലാ സ്കൂളുകളും, ഇപ്പോൾ കോട്ടണിക്കൽ സ്കൂൾ മാത്രമല്ല എല്ലാ സ്കൂളും കുട്ടികളെ ടെൻഷൻ ഇല്ലാതെ പരീക്ഷ എഴുതാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാലും ആദ്യത്തെ പരീക്ഷയാണ്, അവർ ഒരു ബോർഡ് എക്സാം ആദ്യമായിട്ടാണ് അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ആശങ്ക അവർക്കുണ്ടാവും. പക്ഷെ എന്നാലും ടീച്ചേഴ്സ് എല്ലാവിധ സപ്പോർട്ട് അവർക്ക് നൽകിയിട്ടുണ്ട്. ഒരു ആശങ്കയില്ലാതെ പരീക്ഷ എഴുതാനുള്ള എല്ലാ സംവിധാനങ്ങളും അവർക്ക് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് വിദ്യാർത്ഥിനികളും പരീക്ഷയെ നേരിടുന്നത്. നല്ല ആത്മവിശ്വാസമുണ്ട്. ഞങ്ങൾ ഒരാഴ്ച മുമ്പ് ഇതിന് പ്രിപ്പയർ ആയി, എന്നിട്ട് ഇന്ന് രാവിലെയും കൂടെ ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ആയി. ഏപ്രിൽ 3 മുതൽ 20 വരെ മൂല്യനിർണ്ണയം നടക്കും. മെയ് 2ാം വാരം പരീക്ഷാഫലം പ്രഖ്യാപിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത്. ജനം, തിരുവനന്തപുരം.